ഈ സ്റ്റെമ്മ് ഒരു വീട് പണിയുള്ള സ്ഥലത്തുനിന്ന് അവർ മതിലൊക്കെ പൊളിച്ച് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയതാണ്. 30ഓളം കൊല്ലം പഴക്കണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇത് നാടൻ ഇനം, അതായത് ഒരു നോർമൽ ബൊഗൈൻവില്ലേൻ്റെ തണ്ടാണിത്. അതിവിടെ കൊണ്ടുവന്ന് വേര് പിടിപ്പിച്ച് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതിൽ 9ഓളം ഹൈബ്രിഡ് ഇനം ബൊഗൈൻവില്ല ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ ഫയറോപ്പൽ, ഇത് റൂബി റെഡ്, അതുപോലെ തന്നെ ചില്ലി ഐറ്റംസിൽ ഇത് ചില്ലി പിങ്കാണിത്, ഇത് ചില്ലി യെല്ലോ, പിന്നെ ചില്ലി റെഡ്, ചില്ലി വൈറ്റ്, ഒരു പീച്ചും ഉണ്ട് ഇതിൽ, പീച്ച് ഐറ്റംസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്ന് ഇതിൽ കാണാം, ഇത് സ്ട്രോബെറി റെഡ് എന്ന് പറയും. സ്ട്രോബെറി റെഡ് എന്ന് പറഞ്ഞ ഒരു ഇനാണ് ഇത്. ഇതിൽ ഇലയ്ക്ക് ഒരു വെരിഗേറ്റഡ്, ഈ ലീഫൊക്കെ ഒരു വെരിഗേറ്റഡ് ടൈപ്പാണ്. പിന്നെ രണ്ടാമതുള്ളത് ഇതിൽ 9ാമത്തേതാണ് ഈ കാണിക്കുന്നത്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 ദിവസമായി. ഇത് ഏതാണ്ട് തളിരിലൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഹൈബ്രിഡ് ആണ്. ഇതിന് വൈറ്റ് ആണ്, ഇത് ഹൈബ്രിഡ് വൈറ്റാണ് അതിൽ ചെയ്ത് വെച്ചത്. അങ്ങനെ മൊത്തത്തിൽ 9 എണ്ണം ഉണ്ട്. ഇതാ ഒന്ന് ഇവിടെ, 1 2 3 4 5 6 7 8 9, ഇപ്പം തുറന്ന കിടക്കാം 10. അങ്ങനെ 10 എണ്ണം നമ്മൾ ഈ ബൊഗൈൻവില്ല ചെടിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കണം. ഈ നീണ്ടു വന്ന ഭാഗങ്ങളൊക്കെ എന്തെങ്കിലേ കൂടുതൽ നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് ഇത് വളരുകയുള്ളൂ. ഇത് കൂടുതൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ബ്രാഞ്ചസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇത് നീണ്ടു പോയിട്ട് നമ്മളിതിന് സ്റ്റെമ്മിനൊരു ബലമില്ലാതെയാവും. അതുപോലെ ഇപ്പം തന്നെ ഇതിൻ്റെ ഹെഡൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അവിടുന്ന് തന്നെ ഇത് ഇതായിട്ട് വരും. പിന്നെ ഇവിടെ ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതിലൊരു കളർ ചെയ്തിരുന്നു, ഇത് നമുക്ക് റിജക്റ്റായി പോയൊരു സാധനം, അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയേ ഈ പ്രാവശ്യം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് സ്റ്റെമ്മ് നോർമൽ ബൊഗൈൻവില്ല ആയതുകൊണ്ട് ഈ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഹൈബ്രിഡ് ഇനത്തെ റിജക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭംഗി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒറിജിനൽ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിൽ നിന്ന് ഏതെങ്കിലും ബ്രാഞ്ചസ് വരികയാണെങ്കിൽ അത് മുഴുവനും അപ്പോൾ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് വളർന്ന് ഈ ഹൈബ്രിഡിനേക്കാളിലും കൂടുതൽ ശക്തിയിൽ വരുന്നത് ഇതിൻ്റെ സ്വന്തം ബ്രാഞ്ചായിരിക്കും. അതിനെ ഒരിക്കലും നിലനിർത്താതെ ഒഴിവാക്കേണ്ടതാണ്. പൂവ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, ഏതാണ്ട് മെച്ചോർഡായി വന്നിട്ടുണ്ട്. അതുപോലെ ഈ നീണ്ടു വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ശരിക്കും ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇവിടുന്ന് ബ്രാഞ്ചസ് വന്നാൽ ശരിക്കും ഇതിൽ നമുക്ക് ഇതുപോലെ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ കിട്ടണം. എന്നെങ്കിൽ മാത്രമേ ഇതിൽ ബഞ്ചായിട്ട് സാധനം ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമുക്ക് പുറമേ നിന്നും വിലയ്ക്ക് വാങ്ങാൻ 10,000-12,000 രൂപ കൊടുക്കണം. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് അതിൻ്റേതായൊരു ബെനിഫിറ്റും ഉണ്ട്. അത് തന്നെയല്ല, ഇതൊരു നമുക്കൊരു കലയും കൂടിയാക്കി മാറ്റിയെടുക്കാം എന്ന ഒരു ഇതാണ്.
അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.